ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നീഡിൽ ത്രെഡ് ചുറ്റുന്നത് എങ്ങനെയെന്ന് കാണാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അയൺ നീഡിലാണ്. നീഡിൽ എന്തിനാണ് നമ്മൾ ത്രെഡ് ചുറ്റുന്നത്? ഒന്ന് നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും, അത് നമ്മളിങ്ങനെ പ്ലെയിനായിട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വഴുക്കി പോകും. അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കുറച്ച് സ്പീഡായിട്ട് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ ത്രെഡ് ചുറ്റുന്നത്. ഇതിൽ നമുക്ക് എംബ്രോയ്ഡറി നൂല് ചുറ്റാം, അല്ലെങ്കിൽ ഉള്ളൻ ത്രെഡ് ചുറ്റാം, അതുപോലെ എംബോസ്ഡ് റോപ്പ് വേണമെങ്കിലും ചുറ്റി കൊടുക്കാം. ഞാനിവിടെ ഉല്ലൻ നൂല് വെച്ചിട്ടാണ് ആദ്യം ഞാൻ ഇത് ചുറ്റാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ത്രെഡ് നീഡിലിൽ എങ്ങനെയാണ് ഈ നൂല് ചുറ്റി കൊടുക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് നീഡിലിൽ താഴേന്ന് മുകളിലോട്ട് ഒരു 1 അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചുറ്റി കൊടുക്കാൻ. ഇത്രയ്ക്കും മതിയാവും ഗ്യാപ്പ്. അത് നിങ്ങൾക്ക് ഈ നീഡിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യം ഇവിടെ വന്നിട്ട് ഇതാ ഇവിടെ വരുമ്പോൾ പിന്നെ അത് ഒന്നുപോലെ നേരെയാണ് പോകുന്നത്. അപ്പോൾ ആ റേഞ്ച് അനുസരിച്ച് നമുക്ക് ചുറ്റി കൊടുത്താലും മതിയാവും. അതുപോലെ തന്നെ മുകളിലും ശകലം വിട്ടിട്ട് ചുറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യം നമുക്ക് ഗം അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഫെവിക്കോൾ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഏതായാലും മതി. ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഉല്ലൻ ത്രെഡ് എടുത്ത് താഴേന്ന് മുകളിലോട്ട് നമുക്ക് ആവശ്യമുള്ള പ്ലേസ് വരെ ആദ്യം ഇങ്ങനെ നേർക്കൊന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങനെ പേസ്റ്റായി ഇരുന്നോളും. മുകൾ ഭാഗം വരെ അങ്ങനെ വെച്ചതിന് ശേഷം അതിന് ചെറുതായിട്ടൊരു ലോക്ക് ഇട്ട് കൊടുക്കണം. ഇതാ ഇങ്ങനെ. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് നമുക്ക് ചുറ്റാം. അങ്ങനെ ചുറ്റുമ്പോൾ ത്രെഡിനെ പിടിച്ച് നമ്മൾ ചുറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ത്രെഡിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം ആ നീഡിലിനെ ഒന്ന് കറക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളങ്ങനെ അറ്റം വരയ്ക്കും ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നൂല് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻഡിൽ ഒരു ശകലം ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് അതങ്ങനെ അങ്ങ് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി ബീഡ്സ് നീഡിൽ കൂടി ഒന്ന് ചുറ്റി കൊടുക്കാം. ബീഡ്സ് നീഡിൽ നമുക്ക് മുകളിൽ നിന്ന് ശകലം ഗ്യാപ്പ് വിട്ടിട്ട് ആ താഴെ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. അതുവരയ്ക്കും നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ബീഡ്സ് നീഡിൽ ഞാനൊന്ന് ഹാൻഡ് എംബ്രോയ്ഡറി നൂൽ യൂസ് ചെയ്തിട്ട് ചുറ്റി കാണിച്ചു തരാം. ഹാൻഡ് എംബ്രോയ്ഡറി നൂലെടുത്തിട്ട് അതിലുള്ള ആ 6 സ്ട്രാൻഡ്സും അങ്ങനെ ചേർത്തെടുത്തിട്ട് വേണം നമ്മൾ ചുറ്റി കൊടുക്കാൻ. അതിൽ നമ്മൾ എങ്ങനെ ചുറ്റി കൊടുത്തോ അതുപോലെ തന്നെ ഇതിലെയും നമ്മൾ ചുറ്റേണ്ടതാണ്. അങ്ങനെ മുകൾ ഭാഗം വരെ വന്നതിന് ശേഷം ഒരു ലോക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ നൂലിനെ പിടിച്ച് കറക്കാൻ പാടില്ല. നമ്മുടെ നീഡിൽ വേണം കറക്കി കൊടുക്കാൻ. താഴെ അറ്റം വരെ ഞാനൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയും തിക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ താഴേന്ന് മുകളിലോട്ട് കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം.